തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഡോക്ടർ കെ ടി ജലീൽ താൻ രാഷ്ട്രീയം വിടുന്നില്ല എന്നും രാഷ്ട്രീയത്തിൽ ഇനിയും തുടരും എന്നും ധാർമ്മികവും രാഷ്ട്രീയവും ഭരണഘടനാപരവുമായിട്ടുള്ള തത്വങ്ങൾ താൻ ഇനിയും തുടർന്നും ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കും എന്നും ഉറപ്പ് തന്നിരുന്നു. ഏതായാലും അദ്ദേഹം ഉറപ്പ് പാലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. മലപ്പുറത്തുള്ള ചില ആളുകളാണ് ഈ നാട്ടിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം പിടിച്ച സ്വർണം ഇത്ര കിലോയാണ്, അതിൻ്റെ മുമ്പത്തെ കൊല്ലം പിടിച്ചത് ഇത്രയാണ്, അതിൽ മലപ്പുറത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇത്രയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ കരിപ്പൂർ വിമാനത്താവളം വഴിക്ക് ഹവാല ഇടപാട് നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലും പുള്ളി എടുത്ത് പറഞ്ഞു മലപ്പുറം ജില്ലക്കാർ ഇത്രയാണ്, മറ്റ് ജില്ലക്കാർ ഇത്രയാണ്, മറ്റ് 13 ജില്ലയും കൂടി ചെയ്തതിനേക്കാൾ കൂടുതൽ മലപ്പുറം ഒറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിജയൻ സഖാവ് പറഞ്ഞു. പിന്നെ അതുതന്നെയാണ് PR ഏജൻസി വഴിക്ക് വന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ഹിന്ദു പത്രത്തിൽ വച്ചടിച്ച് വന്നത്. ഹിന്ദുവിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ സ്വർണ്ണക്കള്ളക്കടത്തിലും അല്ലെങ്കിൽ ഹവാലയിലും വഴിക്ക് സമാഹരിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദുരുപയോഗം ചെയ്യുന്നു എന്ന്. ഈ പണം എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ ചില ഭാഗങ്ങൾ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം നേരത്തെ തൊട്ടുള്ളതാണ്. ഈ നാട്ടിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, കള്ളക്കടത്ത് പലതും നടക്കുന്നുണ്ട്. പാമ്പിൻ തോൽ കള്ളക്കടത്ത് നടത്തുന്നവരുണ്ട്, മയക്കുമരുന്ന് ലാഭകരമായിട്ട് നടത്തുന്നവരുണ്ട്, അങ്ങനെ പല ബിസിനസ്സുകളും ചെയ്യുന്നവരുണ്ട്. സ്വർണ്ണക്കടത്ത് പണ്ടുപോലെ ഉള്ളതാണ്. പുരാതന പ്രസിദ്ധമായ ഒരു കള്ളക്കടത്ത് സമ്പ്രദായമാണ് സ്വർണം. നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കന്മാരൊക്കെ അടിയന്തരാവസ്ഥക്കാലത്ത് ഈ ദേശരക്ഷാ നിയമപ്രകാരം ജയിലിൽ പോയവരാണ് ഈ കാരണത്തിൽ, ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്, അത് പാരമ്പര്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ കരിപ്പൂർ വിമാനത്താവളം വഴി മാത്രമല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയും സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. ആലുവയിലും പെരുമ്പാവൂരും മൂവാറ്റുപുഴയിലുള്ള ആളുകളുമൊക്കെ ഇതിൽ പ്രതികളായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല പ്രതികളായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി സമുദായത്തെ ആക്ഷേപിച്ചു, ജില്ലയെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ജില്ലക്കാരനും അതേ സമുദായക്കാരനുമായ ഡോക്ടർ കെ ടി ജലീൽ പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നത്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിക്കാണ് പുള്ളിയുടെ കണ്ടെത്തൽ പുറത്തുവിട്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നതിൽ 98% വലിയ ഒരു സംഖ്യ മുസ്ലിം നാമധാരികളാണ് എന്നാണ്. ഈ നാമധാരികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുസ്ലിം പേരിൽ അറിയപ്പെടുമ്പോഴാണ്. ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നവർ എത്ര പേര് 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കണക്കൊന്നും പ്രത്യേകം സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഈ നാമധാരികൾ എന്ന് ജലീൽ ഉദ്ദേശിക്കുന്ന ആരാണെന്നുള്ള മനസ്സിലായിരുന്നു. അത് വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മതപണ്ഡിതന്മാർ തന്നെ ചിലർ സ്വർണ്ണം കടത്തിയിട്ടുണ്ട്, താൻ വേണ്ടി വന്നാൽ അവരുടെ പേര് വെളിപ്പെടുത്തും എന്നാണ്. പേര് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് പേടിയായി. ഇപ്പോൾ ജലീൽ ആരുടെ പേരെ പറയണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിവാദത്തിൽപ്പെട്ടവർ അല്പം ആശങ്കയിലാണ്. കാരണം ജലീലിന് ആരുടെ പേരും പറയാം, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ട്. മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജലീൽ ഈ രംഗത്ത് വന്നിരിക്കുന്നത്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ജലീലിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ മുഖ്യനെ പിന്തുണയ്ക്കുകയാണോ, അത് AK ബാലനൊക്കെ ചെയ്യുന്ന പോലെ മുഖ്യനെ പിന്തുണയ്ക്കുന്നു എന്ന വ്യാജേന മുഖ്യനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയാണോ എന്നുള്ളിടത്താണ് സംശയം. നേരത്തെ അൻവറിൻ്റെ പല ആശയങ്ങളോടും പിന്തുണ അറിയിച്ച ആളാണ് കെ ടി ജലീൽ. അദ്ദേഹം ഇപ്പോൾ എന്താണ് ചുവട് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആരാധകനായിട്ട് മാറി. മുഖ്യമന്ത്രിയാണ് എനിക്ക് എൻ്റെ എല്ലാം, എൻ്റെ പിതാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ജീവിതത്തിൽ പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അങ്ങനെ ആദർശധീരനായ മുഖ്യമന്ത്രിക്ക് ആദർശാത്മകമായ പിന്തുണയുമായിട്ട് വന്നിരിക്കുന്ന ജലീലിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കി അങ്ങനെ സമുദായ അംഗങ്ങൾക്കിടയിൽ LDFനോടുള്ള വിപ്രതിപത്തി ഇനിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതുവഴിക്ക് ഒരു ഭരണ തുടർച്ച ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. ജലീലിനെ അറിയാവുന്ന ആർക്കും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുമാത്രമല്ല, അദ്ദേഹം ദേശാഭിമാനിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് സകലവിധ കൊള്ളരായ്മകളുടെയും പിന്നിൽ നിൽക്കുന്നത്. അവർ മതരാഷ്ട്രവാദികളാണ്. അവരുടെ ചാനലിൽ നടക്കുന്ന ചർച്ച, അടുപ്പൂട്ടി ചർച്ച എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, എങ്കിൽ പോലും ഇത് പൊതുവെ ഈ രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്താനും മതവിദ്വേഷം പ്രചരിപ്പിക്കാനുമാണ്. പ്രത്യേകിച്ച് ദാവൂദിൻ്റെ പേരെടുത്ത് പറഞ്ഞു.
ദാവൂദിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പോലും പറയാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ജലീൽ സാഹിബ് ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ സുന്നി സംഘടനക്കാരെതിരായി, മുജാഹിദുകാരെതിരായി, ജമാഅത്തെ ഇസ്ലാമിക്കാരെതിരായി, പോപ്പുലർ ഫ്രണ്ടുകാരെതിരായി, അങ്ങനെ മൊത്തം ആളുകളെയും എതിരാക്കുന്നതിന്, വെറുപ്പിക്കുന്നതിന് ജലീലിൻ്റെ ഈ മഹത്തായ കണ്ടുപിടുത്തം കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വർണ്ണക്കടത്ത് നടത്താത്തവരാണ് സമുദായത്തിലെ ബഹുഭൂരിപക്ഷ ആളുകൾ, അതിനെ പിന്തുണക്കാത്തവരാണ് 99.99% ആളുകൾ. എങ്കിലും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിക്കും പിന്നീട് ലേഖനം വഴിക്കും അത് കഴിഞ്ഞ് ടെലിവിഷൻ കൊടുത്ത ഇൻ്റർവ്യൂ കൊണ്ടും ഈ സമുദായത്തെ മൊത്തത്തിൽ മക്കാറാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സമുദായത്തെ അല്ല മക്കാറാക്കിയത്, ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പരമോന്നത നേതാവായിരിക്കുന്ന സഖാവ് പിണറായി വിജയനെയുമാണ്. ഇത് ജലീൽ അറിയാതെ ചെയ്തതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ അൻവർ വഞ്ചിയിൽ നിന്ന് ചാടിപ്പോയി പുറത്ത് നിന്ന് വള്ളം മുക്കാൻ ശ്രമിക്കുകയാണ്. ജലീൽ സാഹിബ് വള്ളത്തിനകത്ത് നിന്നുകൊണ്ട് ചവിട്ടി ഈ വള്ളം മുക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇതറിയാതെ ചില ബുദ്ധിശൂന്യരായിട്ടുള്ള സഖാക്കൾ ജലീലിനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ജലീൽ പറഞ്ഞ വേദവാക്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ മെഗാഫോൺ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ, നിങ്ങൾക്ക് കഷ്ടം എന്നല്ലാതെ യാതൊന്നും പറയാനില്ല. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.